ഇനി നമുക്ക് നോക്കാനുള്ളത് മേജർ യൂണിവേഴ്സിറ്റീസ് ആണ്. സോ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മേജർ യൂണിവേഴ്സിറ്റിയാണ് നളന്ദയും അതുപോലെ ടാക്സിലയും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, നളന്ദ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫേമസ് യൂണിവേഴ്സിറ്റി ഓഫ് ആൻസിയന്റ് ഇന്ത്യ. വാസ് സിറ്റുവേറ്റഡ് നിയർ പാട്ന, ബീഹാർ ആണത്. എംപറർ അശോക എസ്റ്റാബ്ലിഷ്ഡ് എ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി അറ്റ് ദിസ് പ്ലേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള അന്നത്തെ കാലത്തെ അതായത് അന്നത്തെ ആൻസിയൻ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ എന്ന് പറയുന്നത്. ബീഹാറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റെസിഡൻഷ്യൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ ഒരു നളന്ദ എന്ന് പറയുന്നത്. അശോകയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു 4th സെഞ്ച്വറി BC-യിൽ അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. ലേറ്റർ 6 മൊണാസ്ട്രി കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ സ്ഥലത്ത് തന്നെ ആരംഭിച്ചു. ഗ്രാജുവലി ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു ഇന്റർനാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ. പിന്നീട് ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ് ഇന്റർനാഷണൽ സെന്റർ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇനി സ്റ്റുഡൻസ് യൂസ്ഡ് ടു കം ഈവൻ ഫ്രം ഫോറിൻ കൺട്രീസ്, അതായത് ചൈന, മിഡിൽ ഏഷ്യ, ജാവ, കൊറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് പഠിക്കുന്നതിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നോക്കണം, അന്നത്തെ കാലത്താണ്. അപ്പം എത്രയും എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് എ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ നമ്പർ ഓഫ് ലെക്ചർ ഹാൾ. അതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെയാണ്. നമ്പർ ഓഫ് ലെക്ചർ ഹാൾസ് ഉണ്ടായിരുന്നു, ലബോറട്ടറീസ് ഉണ്ടായിരുന്നു, ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അബൌട്ട് 3000 to 4000 സ്റ്റുഡൻസ് അവിടെ റിസൈഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ ടീച്ചേഴ്സും, അതായത് ഒരു എന്താ പറയുക, ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ട് നിന്ന് താമസിച്ച് പഠിക്കാൻ തരത്തിലായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ലൈബ്രറി ഓഫ് നളന്ദനെയാണ് നമ്മൾ ധർമ്മഗുഞ്ച് എന്ന് പറയുന്നത്. മൗണ്ടെയിൻ ഓഫ് ട്രൂത്ത് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധർമ്മ ഗഞ്ച എന്നും പറയും. ട്രഷറി ഓഫ് ട്രൂത്ത് ആണ്. രണ്ടും ഇതിന്റെ മീനിങ് തന്നെയാണ് കേട്ടോ. വാസ് ദ മോസ്റ്റ് റിനൗണ്ട് റിപ്പോസിറ്ററി ഓഫ് ദി ബുദ്ധിസ്റ്റ് നോളജ് ഇൻ ദി വേൾഡ് അറ്റ് ദാറ്റ് ടൈം. സോ അന്നത്തെ കാലത്ത് അത്രയും വലിയ ഒരു സംഭാവന തന്നെയായിരുന്നു, ഇത്രയും വലിയ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആൻഡ് ദ ലൈബ്രറി ഹാഡ് 3 മെയിൻ ബിൽഡിങ്സ്. അപ്പോൾ ആ ലൈബ്രറിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 3 ബിൽഡിംഗ് തന്നെ ലൈബ്രറിക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് നെയിമിൽ തന്നെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. രത്നസാഗര, രത്നോദതി, രത്നരഞ്ജക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേരിയസ് സബ്ജക്ട്സ് ആയിട്ടുള്ള റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ, ആസ്ട്രോണമി, അതുപോലെ മെഡിസിൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ ഒരു ലൈബ്രറിയിൽ അന്ന് അവൈലബിൾ ആയിരുന്നു. നളന്ദ prospered as a result of this encouragement by ഗുപ്ത റൂളേഴ്സ്. ഗുപ്ത റൂളേഴ്സിന്റെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെന്തായിരുന്നു, കൂടുതലും അത് വളർന്നു വരാൻ തുടങ്ങി. It is told that they set apart the whole income from 200 villages for the expenditure of Nalanda. ഓക്കെ, അപ്പോൾ ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് 200 ഓഫ് വില്ലേജസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ വരവ് ചെലവ്, അതായത് ചെലവിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നളന്ദ എന്നുള്ള യൂണിവേഴ്സിറ്റി. നളന്ദ ടാക്സില യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ടാക്സില എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ എംപറർ ഭരത ഇൻ മെമ്മറി ഓഫ് ഹിസ് സൺ ടാക്സ, ആൻഡ് ദിസ് വാസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ക്യാപിറ്റൽ ഓഫ് ഗാന്ധാര. ഓക്കെ, അപ്പൊ ടാക്സ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ടാക്സില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ആൻഡ് ഇറ്റ് വാസ് എ യൂണിവേഴ്സിറ്റി ദാറ്റ് പ്രിവൈൽഡ് ഇൻ ആൻസിയന്റ് ഇന്ത്യ ഫോർ നിയർലി 10,000 ഇയേഴ്സ് ഫ്രം അബൌട്ട് 600 BC. 600 BC-യിലായിരുന്നു അന്ന് അത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗാന്ധാരയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ് വാസ് ലൊക്കേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ടാക്സില മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് സച്ച് എസ് ഗ്രീസ്. അപ്പൊ അന്നത്തെ കാലത്ത് ഗ്രീസ്, ബാബിലോണിയ, പേർഷ്യ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബന്ധം ഉണ്ടായിരുന്നു. ഗുഡ് റിലേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈച്ച് സബ്ജക്ട് ഓഫ് സ്റ്റഡി വാസ് ഹാൻഡിൽഡ് ബൈ എ സ്പെഷ്യലിസ്റ്റ് ടീച്ചർ. ഓരോ സബ്ജക്റ്റിനെയും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. മാക്സിമം 500 ഡിസിപ്ലിൻസ് അതായത് അന്ന് ഉണ്ടായിരുന്നു വർക്ക്ഡ് അണ്ടർ ഈച്ച് ടീച്ചർ.
ഡിസിപ്പിൾസ് ആണ്, സ്റ്റുഡൻസ് 500 സ്റ്റുഡൻസ് അണ്ടർ ഓരോ ടീച്ചേഴ്സിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ വാസ് പ്രൊവൈഡഡ് ഫോർ ഓൾ കാസ്റ്റ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 ഏജിലാണ് അന്ന് നോക്കണം, അന്നത്തെ കാലത്ത് ഇതേ ഒരു ടാക്സില യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുക പറയുമ്പോൾ 16 ഇയേഴ്സ് ഏജ് ആകുമ്പോഴാണ് ആരംഭിക്കുന്നത്. പിന്നീട് അത് കണ്ടിന്യൂ ഒരു 12 to 15 ഇയേഴ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കരിക്കുലം എന്ന് പറയുന്നത് വേദാസ് ആയിരിക്കും. അതുപോലെ തന്നെ വേദയുടെ കൂടെ 18 സ്പെഷ്യലൈസേഷൻ അന്നുണ്ടായിരുന്നു, മന്ത്രാസ്, തന്ത്രാസ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 18 സ്പെഷ്യലൈസേഷന്റെ കൂടെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആയുർവേദ, ബോട്ടണി, അതുപോലെ ലോ, സയൻസ് എക്സെട്ര. അതൊക്കെ എന്ത് ചെയ്യുന്നു, അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. As subsidiaries to the University of Taxila, centers of learning had been established in the states of രാജ്ഗൃഹ്, മിഥില, ഉജ്ജയിനി, കോസല, കുരു. അപ്പൊ ഇത്തരം രാജ്ഗൃഹ്, അതുപോലെ മിഥില, ഉജ്ജയിനി, കോസല, കുരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ പിന്നീട് ഇതിന്റെ സബ് സെന്റേഴ്സും ആരംഭിച്ചു. ഇത്രയാണ് ടാക്സില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആൻസിയന്റ് എഡ്യൂക്കേഷനിൽ നമ്മൾ വേദിക് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനും ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനും ഒക്കെ കണ്ടല്ലോ. അതിന് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. റോൾ ഓഫ് ടീച്ചർ എന്താണ്, ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ മെഡീവിയൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്കാണ് പോകുന്നത്. സോ മെഡീവിയൽ എഡ്യൂക്കേഷനിൽ പറയുന്നത് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ മെഡീവിയൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മുസ്ലിംസ് ആണ് മെയിൻലി. വാസ് ജനറലി നോൺ ആസ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ബിഗാൻ വിത്ത് ദി കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ മുഹമ്മദ് ഗസ്നി അബൌട്ട് 10,000 years ago and ended with the downfall of Mughal Emperor about 300 years ago. സോ ആ ഒരു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അത്രയും പ്രാധാന്യം കിട്ടിയത് ഗസ്നിയുടെ സമയത്തും പിന്നീട് അതൊരു മുഗൾ ഭരണ കാലഘട്ടം കഴിയുന്നതോടുകൂടി എൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അന്നത്തെ കാലത്ത് നോക്കാം. പ്രൊപ്പഗേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാമിക് കൾച്ചർ ആൻഡ് സ്പ്രെഡ് ഓഫ് മെസ്സേജസ് ഓഫ് ഹോളി ഖുറാൻ. അപ്പോൾ ഈ ഹോളി ഖുറാനെ അതിൻ്റെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നതിനും ഇസ്ലാമിക് കൾച്ചറിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എയിം തന്നെയായിരുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ലൈഫ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ മോറൽ ലൈഫിനെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ടു സ്ട്രെങ്തൻ ദ പൊളിറ്റിക്കൽ പൊസിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മുസ്ലിം റൂളേഴ്സ്. പൊളിറ്റിക്കൽ, അതായത് മുസ്ലിം റൂളേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനും പൊളിറ്റിക്കൽ പൊസിഷനും സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാണ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എയിം പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയാണിത്? ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പോയിന്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. അതായത് ആ ഒരു പീരിയഡിൽ മെയിനായിട്ടും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആകുമ്പോൾ ഇസ്ലാമിക് ആയിട്ടുള്ള ആ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടായിരുന്നു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ഇസ്ലാമിക് പീരിയഡ് എഡ്യൂക്കേഷൻ വാസ് ഇമ്പാർട്ടഡ് ഓൺ കമ്മ്യൂണിറ്റി ബേസ് അറ്റ് റിലീജിയസ് സെൻറ്റർ മോസ്കിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ഫീച്ചേഴ്സ് പോയിന്റ് ബൈ പോയിന്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മക്തബ് ആൻഡ് മദ്രസ. സോ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ ആയിരുന്നു മക്തബും മദ്രസ എന്ന് പറയുന്നത്. മക്തബ് എന്ന് പറയുന്നത് എലിമെൻ്ററി ആയിട്ടുള്ള സ്കൂൾസ് ആണ്. മദ്രസ എന്ന് പറയുമ്പോൾ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, മക്തബും മദ്രസയും, അതായത് ഫസ്റ്റ് ആയിട്ടുള്ള എലിമെൻ്ററി സ്കൂളിനെ മക്തബ് എന്ന് പറയുന്നു, പിന്നീട് ഹയർ ആയിട്ടുള്ള സ്റ്റഡീസ് മദ്രസയിൽ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത പോയിന്റ് ആണ് ഫ്രീ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു ഈ ഒരു പീരീഡിൽ. അതായത് ഒരു ഫീയും അവർ ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളുടെ മേലെ. മെയിൽ ലാറ്ററൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരുന്നു. മെയിൽ ലാറ്ററൽ മീൻസ് അത് പുരുഷന്മാർക്ക് മാത്രം കൊടുക്കുന്ന വിദ്യാഭ്യാസം, അത് വുമണിനൊന്നും അന്ന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിസ്മില്ല സെറിമണി പറയുന്നുണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറിമണി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സെറിമണി പഠിച്ചിട്ടില്ലല്ലോ, ഉപനയന പറഞ്ഞു, ഉപസമ്പദ പറഞ്ഞു, അതുപോലെ ബിസ്മില്ല സെറിമണി. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് നോക്കി വെക്കുക കേട്ടോ, എന്താണ് ബിസ്മില്ല സെറിമണി. സോ ബിസ്മില്ല സെറിമണി എന്ന് പറയുമ്പോൾ ദ ഇനീഷ്യേഷൻ ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് ബിസ്മില്ല സെറിമണി എന്ന് പറയുന്നത്.
ആൻഡ് ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ കളർഫുൾ സെറിമണി കാൾഡ് ബിസ്മില്ല. ബിസ്മില്ല ഒരു ഫസ്റ്റ് ആയിട്ടുള്ള സെറിമണി തന്നെയാണ്. പെർഫോംഡ് വെൻ എ മുസ്ലിം ബോയ് അറ്റ് ദി ഏജ് ഓഫ് 4 years 4 months and 4 days. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് 4 ഇയർ, അതായത് 4 വയസ്സും 4 മന്ത് ആൻഡ് 4 days ആവുന്ന സമയത്താണ് ഇതൊരു സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് മൾട്ടി ലിംഗ്വൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ അന്നത്തെ ആ ഒരു ടൈമിൽ ലാംഗ്വേജസ് ലൈക്ക് അറബിക്, പേർഷ്യൻ, ഉറുദു ഇതൊക്കെ എന്തായിരുന്നു മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള മറ്റൊരു ഫീച്ചറാണ് ഖുറാൻ ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആയിരുന്നു. ഖുറാൻ ബേസ്ഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഖുറാന് അവരുടെ അതിനുവേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പഠനമായിരുന്നു ഉണ്ടായിരുന്നത്. ഓൾ educational objectives were to search the Islamic knowledge and entire teaching learning activity was influenced by Quran. ഖുറാനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. Then state patronage of education. The educational system during Muslim period was patronized, aided and controlled by the rulers or the states. അപ്പോൾ സ്റ്റേറ്റ് പാട്രോണേജ് മീൻസ് അന്നത്തെ ആ ഒരു സ്റ്റേറ്റ് ഭരണാധികാരികളൊക്കെ തന്നെ ആയിരുന്നു എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൊക്കേഷണൽ എംഫസൈസ് ആണ് അടുത്ത പോയിന്റ്. ടെക്നിക്കലും വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റിലീജിയസ് എന്നതിനോടൊപ്പം തന്നെ സയൻസിനും മെഡിസിനും ആർക്കിടെക്ചറിനും പെയിന്റിങ്ങിനും ഒക്കെ തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടച്ച് അല്ലെങ്കിൽ വൊക്കേഷണൽ ആയിട്ടുള്ള ടച്ച് കൂടി ഉണ്ടായിരുന്നു. ഇനി നോക്കാനുള്ളത് കരിക്കുലം ആണ്. കരിക്കുലത്തിൽ കരിക്കുലം അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് 3R ആണ്. അതായത് 3 Rs എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ റീഡിങ്ങും റൈറ്റിങ്ങും ഓഫ് അറേബ്യൻ അതുപോലെ തന്നെ പേർഷ്യൻ ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരുന്നു മക്തബിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് നമ്മൾ കിടക്കുന്നത് മദ്രസയിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഗ്രാമറും അതുപോലെ ലിറ്ററേച്ചറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അതായത് നമ്മൾ പറഞ്ഞു ഗ്രാമറും അതുപോലെ തന്നെ അറബിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റഡി ഓഫ് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, ലോ, മാത്തമാറ്റിക്സ് ഒക്കെ അന്നും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഓറൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഓറൽ എഡ്യൂക്കേഷൻ പ്ലസ് മെമ്മറൈസേഷൻ ഓഫ് ദി അസൈൻഡ് ലെസൺ were the chief method of teaching during the Islamic period. അപ്പോൾ ഓറൽ എഡ്യൂക്കേഷൻ നമ്മൾ ചൊല്ലി പഠിക്കുക, അതോടൊപ്പം തന്നെ മെമ്മറൈസ് ചെയ്തിട്ട് പഠിക്കുന്നതാണ്. ദെൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വാസ് പെയ്ഡ് ടു ദി ലേണേഴ്സ് ഇൻ അഡീഷൻ ടു മാസ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷനും, അതായത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുട്ടികൾക്കും അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാസ് റെസിറ്റേഷൻ വാസ് അഡോപ്റ്റഡ് ടു മെമ്മറൈസ് ലെസൺസ് ഓഫ് ഖുറാൻ. ഖുറാന്റെ ഓരോ ലെസൺസും മെമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി മാസ് ആയിട്ടുള്ള റെസിറ്റേഷൻ പോലെയുള്ള ക്ലാസ്സുകളായിരുന്നു നടന്നിരുന്നത്. അറബിക്, പേർഷ്യൻ, ഉറുദു അതൊക്കെ ആയിരുന്നു മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ്. പിന്നെ അതിനുശേഷം ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ തന്നെ ആയിരുന്നു. ഒരു അതോറിറ്റേറിയൻ ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ് എൻഫോഴ്സ്ഡ് ഇൻ മക്തബ്സ് ആൻഡ് മദ്രസ. ഓഫൺ ദിസ് ഇൻക്ലൂഡ് ഫിസിക്കൽ പണിഷ്മെന്റ് ഓൾസോ. ഓക്കെ, ഇനി ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അന്നത്തെ കേസിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് വാസ് മാർക്ക്ഡ് മോർ ബൈ പ്യൂരിറ്റി ആൻഡ് സിൻസിയറിറ്റി ദാൻ ബൈ ഇൻറ്റൻസി. അതായത് ഒരു പ്യുവർ ആയിട്ടുള്ള റിലേഷൻ തന്നെയായിരുന്നു. സ്റ്റുഡൻസ് റെസ്പെക്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ടീച്ചറെ കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും റെസ്പെക്റ്റോട് കൂടി തന്നെയാണ്. അതാണ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ഓരോ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോഴും ഇത്തരം പോയിന്റ്സ്, അതായത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ റോൾ ഓഫ് ടീച്ചർ എന്താണ്, ഡിസിപ്ലിന്, അതുപോലെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം മെറിറ്റ്സ് ആദ്യം നോക്കാം. എഡ്യൂക്കേഷൻ വാസ് മോസ്റ്റ്ലി ഫ്രീ ആൻഡ് ദ സ്റ്റേറ്റ് സ്പോൺസേർഡ്. എഡ്യൂക്കേഷൻ എന്താണ്, ഫ്രീ ആയിരുന്നു, പക്ഷെ അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിരുന്നു. അതൊരു മെറിറ്റ് ആണ്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ മുസ്ലിം ബോയ്സ്. അന്ന് മുസ്ലിം ബോയ്സിന് എന്താണ് കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ റിസീവ്ഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡ്യൂ സ്ട്രെസ് വാസ് ലെയ്ഡ് ഓൺ ക്യാരക്ടർ ബിൽഡിംഗ്.
ക്യാരക്ടർ ബിൽഡിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇല്ല. അത്രയും സ്ട്രെസ് ആണ് കൊടുത്തത്. അതായത് ഡ്യൂ സ്ട്രെസ്സേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഡീമെറിറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ ഓഫ് ഹിന്ദുസ് ആൻഡ് വുമൻസ് വാസ് നെഗ്ലക്റ്റഡ്. ഹിന്ദുസിനും അതുപോലെ വുമനും എഡ്യൂക്കേഷൻ കൊടുക്കുക അതിനെപ്പറ്റി അത്ര കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കൊടുത്തിരുന്നു എന്നതിനെ പറ്റി. ഫിസിക്കൽ ഓർ കോർപ്പറൽ പണിഷ്മെന്റ് കോമൺ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിച്ച്ഡ് വിത്ത് റെഫറൻസ് ടു റിലീജിയൻ. അതായത് ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള തന്നെ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം അത്രയും നമ്മൾ മിഡീവിയൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ആൻസിയൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് പാട്രണേജ് ഓഫ് ലേണിംഗ് അണ്ടർ ഗുപ്ത, മൗര്യ ആൻഡ് മുഗൾ. ഉണ്ട് കേട്ടോ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഗുപ്ത, മൗര്യ ആൻഡ് മുഗൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പീരിയഡിലും, അതായത് അപ്പോൾ മെഡീവിയൽ കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി അതായത് ബ്രിട്ടീഷ് ആയിട്ടുള്ള ഭരണകാലം തുടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഗുപ്ത, മൗര്യ, മുഗൾ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ നോക്കണം. സോ അതാണ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഗുപ്ത പീരിയഡ്. Education played an important role in the Gupta period. Primary education was obtained by people. Primary education കിട്ടിയിരുന്നു. നളന്ദ, ടാക്സില, two popular universities during this period. ആ ഒരു പീരിയഡിൽ ആ പീരിയഡിൽ എന്താണ് പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് നളന്ദയും ടാക്സിലയും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഏറയിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുകൾക്ക്. ആൻഡ് in case of formal and higher education, people of Gupta Empire were required to stay in ബ്രാഹ്മണിക്കൽ അഗ്രഹാര ഓർ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ്. അപ്പോൾ അന്നത്തെ കേസിൽ എന്താണ് ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള മൊണാസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ ഗുപ്ത പീരിയഡ് ഈവൻ വുമൻ were allowed to obtain education. ഗുപ്ത പീരിയഡിൽ വുമൻസിന് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നുണ്ടായിരുന്നു. There were many educational institutions and universities set up to enable people to study. ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആരംഭിച്ചു. Holy place and capitals of kingdoms were the കോമൺ സെന്റേഴ്സ് ഓഫ് ലേണിംഗ്. അപ്പൊ അന്നത്തെ കേസിൽ ഹോളി പ്ലേസും അതുപോലെ തന്നെ ക്യാപിറ്റൽസ് ഉണ്ടാവുമല്ലോ, ഓരോ കിങ്ഡത്തിന്, ഓരോ രാജഭരണത്തിന്റെയും ക്യാപിറ്റൽസ്, അവിടെയൊക്കെ ആയിരുന്നു കോമൺ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ക്യാപിറ്റൽസിന് എക്സാമ്പിൾ ആണ് പാടലിപുത്ര, വല്ലഭി, ഉജ്ജയിനി, പത്മാവതി. ഓക്കെ, അതുപോലെ തന്നെ സിറ്റീസ് ലൈക്ക് അയോധ്യ ആൻഡ് നാസിക് എന്ന് പറയുന്നതും ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സെന്റേഴ്സ് തന്നെ ആയിരുന്നു. നളന്ദ, ടാക്സില എന്ന് പറയുന്നത് പോപ്പുലർ യൂണിവേഴ്സിറ്റി ആണ്. വേരിയസ് ആയിട്ടുള്ള കോഴ്സസ് സ്റ്റുഡൻസിന് അന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ of the university was so high that is attracted to the student from foreign countries like China, Persia. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് തന്നെ ഫോറിൻ ആയിട്ടുള്ള കൺട്രീസ് ലൈക്ക് ചൈനയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെ കുട്ടികൾ പഠന കാര്യത്തിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്താട്ടോ ഗുപ്ത പീരീഡ്, ആ പീരീഡിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ കിട്ടുന്നത്. നളന്ദ യൂണിവേഴ്സിറ്റി വാസ് ഓൾസോ നോൺ ഫോർ ഇറ്റ്സ് ലൈബ്രറി. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞല്ലോ നളന്ദ യൂണിവേഴ്സിറ്റിൻ്റെ ലൈബ്രറിയെ പറ്റി. ടാക്സില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ സെന്റേഴ്സ് ഇൻ ദിസ് വേൾഡ് വിച്ച് ഓഫേർഡ് ഹൈ എഡ്യൂക്കേഷൻ. ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഗുപ്ത പീരീഡിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നളന്ദ, ടാക്സില യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടി ഇതിൽ കൊടുക്കാം. ഇനിയുള്ളതാണ് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് മുഗൾ. എഡ്യൂക്കേഷൻ മെയ്ഡ് ആൻ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അണ്ടർ മുഗൾ. And the Mughal education system consisted of primary and secondary school and even colleges. There was a Maktab or primary school attached to every mosque. അപ്പോൾ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആയിരുന്നു എഡ്യൂക്കേഷൻ കൊണ്ട് അന്നത്തെ കാലത്ത്, അതായത് ഏത് പീരീഡാണ്, മുഗൾ പീരീഡിൽ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഹു കെപ്റ്റ് ദി ഡോർസ് ഓഫ് നോളജ് ഓപ്പൺ ടു ഓൾ. എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി, സെക്കൻഡറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഈവൻ കോളേജ് വരെ അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. And some of them were established and maintained by Mughal government, while others depend upon philanthropy. And there was a Maktab or primary school attached to every mosque. ഓരോ മോസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ട് മക്തബോ പ്രൈമറി സ്കൂളോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയായിരുന്നു എലമെന്ററി ആയിട്ടുള്ള റീഡിങ്ങും റൈറ്റിങ്ങും അരിത്മെറ്റിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഖുറാന് ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്ബർ എസ്റ്റാബ്ലിഷ്ഡ് ദ കോളേജ് അറ്റ് ഫത്തേപൂർ Sikri and Agra, Delhi and other places.
ആൻഡ് റിച്ച്ലി എൻഡോഡ് ദം. അക്ബർ അന്നത്തെ കാലത്ത് കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദർ were many colleges in all important towns with a sufficiently large Muslim population. And in these colleges, Islamic theology, philosophy, logic, and astronomy were taught by distinguished teachers. സോ അന്നത്തെ കാലത്ത് കോളേജിന് ഒരു മുസ്ലിം പോപ്പുലേഷന് സഫീഷ്യൻ്റ്ലി ലാർജ് മുസ്ലിം പോപ്പുലേഷന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു കോളേജിൽ ഇസ്ലാമിക് ആയിട്ടുള്ള തിയോളജി, ഫിലോസഫി, ലോജിക്, ആസ്ട്രോണമി ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉള്ള കിട്ടുന്ന തെളിവുകളാണ് കേട്ടോ ഇതൊക്കെ. എവറി മുഗൾ എംപറർ ഹാഡ് എ ഗുഡ് കമ്പനി ഓഫ് സ്കോളേഴ്സ് അറ്റ് ഹിസ് കോർട്ട്. And then learned persons from abroad were also invited, and sometimes they were appointed as teachers in school. അതായത് നമ്മളുടെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് വന്നിട്ട് ഇവിടെ റിസൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. And there were schools and higher centers of learning for Hindus in every part of the country. Okay, every part of countryയിൽ എന്താണ് ഹിന്ദുസിനും ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗിൽ ഹിന്ദു തിയോളജി, സാൻസ്ക്രിറ്റ്, ഗ്രാമർ, അതുപോലെ ഫിലോസഫി, ലിറ്ററേച്ചർ അതൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ ഡ്യൂറിങ് മൗര്യ ടൈമിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്നാണ്. ദ മൗര്യൻ കിങ്സ് വർ ഗ്രേറ്റ് പാട്രോൺസ് ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആർട്സിനും ലിറ്ററേച്ചറിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഇന്റലക്ച്വൽ സച്ചസ് ചാണക്യ റിസീവ്ഡ് ദ കണ്ടിന്യൂഡ് സപ്പോർട്ട് ഓഫ് മൗര്യ കിങ്സ്. ചാണക്യക്കൊക്കെ അന്നത്തെ മൗര്യ കിങ്സ്, അന്നത്തെ രാജഭരണാധികാരികൾ അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അശോക ഡിഡ് മച്ച് ഫോർ ദ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ഇൻ ഹിസ് എംപയർ. അപ്പോൾ അശോക ഇതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കേസിൽ മൗര്യൻസ് ആർക്കിടെക്ചർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈസ് സ്റ്റാൻഡിങ് ടെസ്റ്റിമോണി ടു ദി എക്സംപ്ലറി വർക്ക് ദെൻ ദിസ് പീരിയഡ്. അതായത് അന്നത്തെ ആ ഒരു ടെസ്റ്റിമോണികളൊക്കെ മൗര്യൻസിന്റെ ആർക്കിടെക്ചർ ഒക്കെ അതിനുള്ള തെളിവാണ്. കാരണം എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതായത് മെയിനായിട്ടും അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ആർട്ട്, ലിറ്ററേച്ചർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിനുള്ള ഒരു തെളിവ് തന്നെയാണ് മൗര്യൻസിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സാരാനാഥിലും അതുപോലെ തന്നെ സാഞ്ചിയിലൊക്കെ ഉള്ള സ്തൂപങ്ങളൊക്കെ എന്താണ് ഇതിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. And the education is fairly widespread. Teaching continued to be the main job of Brahmins. ബ്രാഹ്മിൻസിനെ തന്നെയായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്ന ജോലി. പിന്നെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് അന്നുണ്ടായിരുന്നു. ടാക്സില, ഉജ്ജയിനി, വാരാണസി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വാസ് ജനറലി പ്രൊവൈഡഡ് ത്രൂ ഗിൽഡ്സ് where pupils learn the craft from early age. ഒരു ഗിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം, ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനും അവർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്തായിരുന്നു, ഗുപ്തയുടെയും മൗര്യയുടെയും ഒക്കെ കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു അല്ലേ. മിഡീവിയൽ കഴിഞ്ഞു, ആൻസിയന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് കുറച്ചും കൂടി വെസ്റ്റേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് കടക്കുകയാണ്. കൊളോണിയൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. ഇത് തന്നെയാണ് വെസ്റ്റേൺ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നും പറയുന്നത്. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ the British, who came in India as the traders and had become rulers and administrators, had influenced the economic, political, educational system of country. നമുക്കറിയാം ട്രേഡ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് റൂളേഴ്സും അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെയാണ് പിന്നീട് നമ്മളുടെ ഈ ഒരു രാജ്യം അവരുടെ കൈയടക്കിയതൊക്കെ നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹാഡ് ഇറ്റ്സ് ബിഗിനിങ്. അപ്പോൾ അവരുടെ ഒരു എഡ്യൂക്കേഷൻ, കൊളോണിയൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്. അത് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച 1600 AD തന്നെയാണ്. ഇൻ കീപ്പിംഗ് വിത്ത് ദ ചാർട്ടർ ഓഫ് 1698, ദ കമ്പനി ഓപ്പൺഡ് സ്കൂൾ ഇൻ മദ്രാസ്, ബോംബെ. 1698 ചാർട്ടർ പ്രകാരം മദ്രാസിലും ബോംബെയിലും സ്കൂളുകളൊക്കെ ആരംഭിച്ചു.
കൽക്കത്തയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് 1750ലും 1731ലാണ്. In order to place the Muslim, Warren Hastings opened a madrasa at Calcutta in 1781. So വാരൻ ഹേസ്റ്റിൻസ് മദ്രസയും എവിടെ ആരംഭിച്ചു? കൽക്കത്തയിൽ. അത് 1781ലാണ്. Jonathan Duncan established Banaras Sanskrit College in 1791 and 1800. അന്നത്തെ ആ ഒരു പീരിയഡിൽ ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആരംഭിച്ചു. ലോർഡ് വാലസി എസ്റ്റാബ്ലിഷ്ഡ് ദ ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കത്ത. കൽക്കത്തയിലാണത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. And the Charter Act of 1830 was an important landmark in the history of Indian education. The charter made East India Company responsible for education in India. So ഈ ഒരു ചാർട്ടർ ആക്ട് 1830 വന്നതോടുകൂടിയാണ് നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയത് എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠനങ്ങളൊക്കെ നടന്നു വന്നിട്ടുള്ളത് ഈ ഒരു ചാർട്ടർ ആക്ടിൻ്റെ, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷനും കൂടി കൊടുത്തു തുടങ്ങിയത് ഒരു ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ്. ഇറ്റ് ഓൾസോ മെയ്ഡ് പ്രൊവിഷൻ ഫോർ ആൻ ആനുവൽ ഗ്രാൻഡ് ഓഫ് സം ഓഫ് നോട്ട് ലെസ് ദാൻ 1 lakh rupee ഫോർ ദി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനുവലായിട്ട് ഒരു ഗ്രാൻഡ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 lakh rupees കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ എൻഷുർ ദാറ്റ് ദ മിഷണറീസ് ഓഫ് എനി യൂറോപ്യൻ കൺട്രി വിൽ ഹാവ് ഫുൾ ഫ്രീഡം ടു വിസിറ്റ് ഇന്ത്യ ആൻഡ് ടു പ്രൊപ്പഗേറ്റ് ക്രിസ്ത്യാനിറ്റി ആൻഡ് എക്സ്പാൻഡ് എഡ്യൂക്കേഷൻ ദർ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നതാണ്, ഇതുവരെ എൻഷുർ ചെയ്യുന്നതാണ് ഏത് യൂറോപ്യൻ കൺട്രിയിൽ നിന്നും അവരുടെ മിഷണറീസിനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിനും ഇവിടെ അവരുടെ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. സോ ഈ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാം. ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദി ചാർട്ടർ ആക്ട് 1830. ചാർട്ടർ ആക്ട് 1830ന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ആരംഭിച്ചത്. ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി ഓക്സിഡന്റൽ എന്നാണ്. കോൺട്രവേഴ്സി or East-West controversy refers to a long, severe debate between Orientalists and Anglicists on the basis of issues of types of education to be imparted to the Indians and the medium of instruction assigned for this purpose. So ഇതെന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റും അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റും തമ്മിലുള്ള ഒരു, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് കോൺട്രവേഴ്സി എന്നും കൂടി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? ഇസ് ദ എഡ്യൂക്കേഷൻ. ആ കോൺട്രവേഴ്സി എന്തിൻ്റെ ബേസിസിലായിരുന്നു? ബേസിസ് ഓഫ് ഇഷ്യൂസ് ഓഫ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ടു ബി ഇമ്പാർട്ടഡ് ടു ഇന്ത്യൻസിന് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നതിനെ പറ്റിയും ഏത് മീഡിയം സ്വീകരിക്കണം എന്നതിനെ പറ്റിയും ഓറിയന്റലിസ്റ്റും അതുപോലെ ആംഗ്ലിസിസ്റ്റും തമ്മിലുണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സിനെയാണ് ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഓക്കെ, and the central point of controversy was whether Indians should be given Western education through English. അതായത് ഇന്ത്യൻസിന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എന്ന മീഡിയത്തിലൂടെ കൊടുക്കണമോ, ഓർ ഇൻഡിജീനിയസ് എഡ്യൂക്കേഷൻ ത്രൂ ഇന്ത്യൻ ലാംഗ്വേജസ്, അതല്ല ഇൻഡിജീനിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇന്ത്യൻ ലാംഗ്വേജസിലൂടെ കൊടുക്കണമോ എന്നതായിരുന്നു അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. The Orientals stood for mass education, vernacular medium and indigenous knowledge. അവ രണ്ട് വിഭാഗമാണല്ലോ, ഓറിയന്റലിസ്റ്റും ഉണ്ട് ആംഗ്ലിസിസ്റ്റും ഉണ്ട്. അപ്പോൾ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള അതായത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞ ഒരു മാസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ വെർണാക്കുലർ മീഡിയം കൊടുത്തിട്ട് ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജിനൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓക്സിഡന്റലിസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു അവരുടെ പേരിനെ അവരുടെ പേരിനെയാണ് ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവര് സത്യം പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ് ത്രൂ ദ മീഡിയം ഓഫ് ഇംഗ്ലീഷിനെ അതുപോലെ വെസ്റ്റേൺ മീഡിയം ഓഫ് എഡ്യൂക്കേഷനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ആര്? ഓറിയന്റലിസ്റ്റ് അല്ലെങ്കിൽ ഓക്സിഡന്റലിസ്റ്റ് അല്ലെങ്കിൽ ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നത്. ലോർഡ് മക്കാലെ വാസ് ദ സെൻട്രൽ ഫിഗർ in the language debate over which language should be used as a medium of education in India. സോ ഇന്ത്യക്കാർക്ക് ഏത് തരത്തിലുള്ള മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഏത് മീഡിയത്തിലൂടെയുള്ള എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു കോൺട്രവേഴ്സിയിൽ സെൻട്രൽ ഫിഗർ തന്നെയായിരുന്നു ലോർഡ് മക്കാലെ. നമ്മൾ മക്കാലെ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് പിന്നീട്.
The Orientalists were in the flavor of use of classical languages of Indian tradition such as Sanskrit, Persian and Arabic were not spoken as native languages. അപ്പോൾ ഓറിയന്റലിസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സാൻസ്ക്രിറ്റിനെയും അതുപോലെ പേർഷ്യൻ അറബിക് തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസിനായിരുന്നു. പക്ഷെ ആംഗ്ലിസിസ്റ്റ് അല്ലെങ്കിൽ ഓക്സിഡന്റലിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്തിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷിനെയാണ്. ആൻഡ് ദ കോൺട്രവേഴ്സി കണ്ടിന്യൂഡ് 20 years. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി 20 വർഷത്തോളം നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാട്ടോ പറയുന്നത്. ഫൈനലി ബോത്ത് ദ ഗ്രൂപ്പ്സ് അഗ്രീഡ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ വുഡ് ബി കണ്ടക്റ്റഡ് ഇൻ ദി വെർണാക്കുലർ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നീട് അവർ പറയുകയാണ് വെർണാക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് ആദ്യത്തെ പ്രാരംഭ കാലഘട്ടത്തിൽ ഈ രണ്ട് ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്. പ്രാരംഭ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വെർണാക്കുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നതിനെ പറ്റി. ഓക്കെ, രാജാറാം മോഹൻ റായ് ഉണ്ടല്ലോ വാസ് ഇൻ ഫേവർ ഓഫ് ഓക്സിഡന്റലിസ്റ്റ്. അപ്പോൾ ഓക്സിഡന്റലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ദ ഡിവോട്ടി ഓഫ് ഇന്ത്യൻ കൾച്ചർ ബട്ട് ഹി ഓൾസോ അപ്രീഷിയേറ്റ് വെസ്റ്റേൺ കൾച്ചർ. അദ്ദേഹം വെസ്റ്റേൺ കൾച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മക്കാലെ മിനിറ്റ്സ് 1835. അപ്പോൾ ഇതും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റഫ് അല്ലെങ്കിൽ ഒരു റോ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പിക്കാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ. മക്കാലെ മിനിറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മേജർ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ മക്കാലെ ഇൻ ഹിസ് മിനിറ്റ്സ്. അപ്പോൾ നമുക്കിതിൽ പറയാനും പറ്റുന്നത് ഓൺ ജൂൺ 10, 1834 മക്കാലെ കെയിം ടു ഇന്ത്യ ആസ് എ ലോ മെമ്പർ ഓഫ് ദി ഗവർണർ ജനറൽ കൗൺസിൽ. സോ ഗവർണർ ജനറൽ കൗൺസിൽ ആയിട്ട് 1834 അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഹി വാസ് എ ഗ്രേറ്റ് സ്കോളർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബിസൈഡ് ബീങ് എ ഗുഡ് ഒറേറ്റർ ആൻഡ് റൈറ്റർ. ഒരു ഗുഡ് ഒറേറ്റർ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു ആര്? ഈ മക്കാലെ. ലോർഡ് വില്യം ബെൻഡിക്റ്റ് ദ ഗവർണർ ജനറൽ അപ്പോയിന്റഡ് ഹിം ദ പ്രസിഡന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ കമ്മിറ്റി ആൻഡ് ആസ്ക്ഡ് ഹിം ടു റെൻഡർ ഹിസ് അഡ്വൈസ് ഓൺ certain പോയിന്റ്സ്. ഫസ്റ്റ്, ഹൗ ടു സ്പെൻഡ് ദി എമൗണ്ട് ഓഫ് 10 lakh per annum on education. അപ്പോൾ അദ്ദേഹം 1834 ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അന്നത്തെ ലോർഡ് വില്യം ബെൻഡിക്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഈ ഒരു മെക്കാളെനെ ഒരു എന്തിൻ്റെ പബ്ലിക് ഇൻസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് നിയോഗിക്കുകയും 2 അഡ്വൈസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതായത് ഒന്നാമത്തത് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ, ഒരു 10 lakh rupees എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നതിനെ പറ്റിയും. സെക്കൻഡ്ലി, ടു സോൾവ് ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി. ഈ ഒരു കോൺട്രവേഴ്സി എങ്ങനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയും അതിന് സമഗ്രമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വ്യൂസ് ആണ് പിന്നീട് മക്കാലെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് 1835 ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എസ്പെഷ്യലി അറ്റ് ഹയർ ലെവൽ. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഓറിയന്റൽ ലോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ക്ലോസ്ഡ് ഡൗൺ ആൻഡ് ഓൾ ദ ലോ ബുക്ക് ഇൻ അറബിക്, പേർഷ്യൻ ആൻഡ് സാൻസ്ക്രിറ്റ് ആണ്. സ്പെല്ലിംഗ് വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ്. അപ്പോൾ എന്താ പറയുക, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഓറിയന്റൽ ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ക്ലോസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ലോ ബുക്കിന് അറബിക്കും പേർഷ്യനും ഒക്കെ അതെന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞു. The grant given to the Oriental institution should be stopped and diverted to opening new English school. ഓറിയന്റൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിട്ടുണ്ടായിരുന്ന അന്നത്തെ സംഭാവനകളും അതുപോലെ തന്നെ ഗ്രാൻഡുകളൊക്കെ നിർത്തിയിട്ട് ഇംഗ്ലീഷ് ആയിട്ടുള്ള സ്കൂളുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഓൾ ദ ഗ്രാൻഡ്സ് ഗിവൺ ഫോർ എഡ്യൂക്കേഷൻ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ടു സ്പ്രെഡ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. അപ്പോൾ യൂറോപ്യൻ ലിറ്ററേച്ചറും സയൻസും സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു ഡെവലപ്പ് സച്ച് പേഴ്സണാലിറ്റി ഹു ആർ Indian in blood and color but English in taste, opinion and in morals and intellect. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് നമ്മളുടെ അന്നത്തെ കാലത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് കേട്ടോ, ടു ഡെവലപ്പ് സച്ച് പേഴ്സണാലിറ്റീസ്. ബൈ ബർത്ത് നമ്മളെന്താണ്, ഇന്ത്യൻസ് ആണ്, കളറിലും. പക്ഷേ
ഇംഗ്ലീഷ് ആവണം ഇൻ ടേസ്റ്റ് ഒപ്പീനിയൻ, നമ്മളുടെ ടേസ്റ്റിലും ഒപ്പീനിയൻസിലും മോറൽസിലും ഇന്റലക്റ്റിലും ഒക്കെ നമ്മൾ ഇംഗ്ലീഷായിട്ട് മാറണം എന്നുള്ള തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെയാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡൗൺവേർഡ് ആണ് കേട്ടോ, സ്പെല്ലിംഗ് വന്നിട്ടുണ്ട്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഫിൽട്രേഷൻ മീൻസ് കമ്മിങ് ഫ്രം സംതിങ് ടു ദി ബോട്ടം ഫ്രം ടോപ്പ്. നമുക്കറിയാലേ ബോട്ടം ഫ്രം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നമുക്കറിയാലോ. സോ പ്രപ്പോസ്ഡ് ബൈ ലോർഡ് മക്കാളെ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അദ്ദേഹം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ലോർഡ് മക്കാളെ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഫിൽട്രേഷൻ മീൻസ് കമ്മിങ് ഓഫ് സംതിങ് ടു ദി ബോട്ടം ഫ്രം ടോപ്പ്. നമുക്കറിയാം ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ. So, thus the filtration theory of education means coming down of education or knowledge from the top to bottom. That is from higher class of people to lower class or general people. അതായത് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ അന്ന് ഉണ്ടായിരുന്ന ജനറൽ പീപ്പിളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതായത് ഹയർ ക്ലാസ് ഓഫ് പീപ്പിളിൽ നിന്നും ലോവർ ക്ലാസ് ആണ് ടോപ്പ് ടു ബോട്ടം. Downward filtration theory. It means that education and modern idea were supposed to be filtered downward from the upper class to lower class. അതായത് എലൈറ്റ് ആയിട്ടുള്ള പീപ്പിളിൽ നിന്നും ഓർഡിനറി പീപ്പിളിലേക്ക് എഡ്യൂക്കേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു തിയറി തന്നെയായിരുന്നു കേട്ടോ ഇത്. സോ ദ ബ്രിട്ടീഷ് ആർഗ്യൂഡ് ദാറ്റ് they would educate only the Indian elite or the top class people and through them the lower class of people would also be benefited. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു ആർഗ്യുമെന്റ് പ്രകാരം നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഇന്ത്യയുടെ കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പിന്നീട് എന്താണ് ലോവർ ക്ലാസ് ഓഫ് പീപ്പിളിനും അത് ബെനിഫിറ്റ് ആകത്തേ ഉള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അവരെത്തിയത്. And the masses will follow the elite gradually and the education will reach down to common citizen. അപ്പോൾ ഈ ഒരു എന്താ പറയാ എലൈറ്റ് പീപ്പിളിനെ ഫോളോ ചെയ്യുന്ന ആളുകളിലേക്കും പിന്നീട് എന്ത് ചെയ്യുന്നു എഡ്യൂക്കേഷൻ എത്തിച്ചേരുന്നു. They expected that these Indians trained through English education would learn Western morality and ethics and would become strong pillars of the British Raj system in India. അപ്പോൾ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമ്മളുടെ ഈ മൊത്തം ഇന്ത്യക്കാരെ ഒരു ബ്രിട്ടീഷ് കൾച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് അവരെത്തിയത്. സോ അപ്പോൾ മക്കാളയുടെ തന്നെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയിൽ കോൺട്രിബ്യൂട്ടഡ് ടു വൈൻഡ് അപ്പ് ഓറിയന്റൽ ഓക്സിഡന്റൽ ആണ് കേട്ടോ, ഓറിയന്റൽ മിസ്റ്റേക്ക് ഉണ്ട്, ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സി laid the foundation stone of the medium of education system in India. അപ്പോൾ ഓറിയന്റൽ ഓക്സിഡന്റൽ കോൺട്രവേഴ്സിക്ക് ഒരു വൈൻഡപ്പ് കൊടുത്തിട്ടുള്ളത് മെക്കാളയുടെ കോൺട്രിബ്യൂഷൻ വഴിയാണ്. ദെൻ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷന് ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഏത് മീഡിയത്തിലൂടെ തന്നെ പഠിക്കണം എന്നുള്ളത് അവർ എത്തിച്ചേർന്നു. ആൻഡ് ഹിസ് മിനിറ്റ്സ് എൻകറേജ്ഡ് ദ ഇനീഷ്യേഷൻ ഓഫ് മോർ ഇംഗ്ലീഷ് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ബൈ വെസ്റ്റേൺ മിഷണറീസ് ഇൻ ഇന്ത്യ. അദ്ദേഹം പിന്നീട് ഒരുപാട് ഇംഗ്ലീഷ് സ്കൂൾസും ഹയർ എഡ്യൂക്കേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ആൻഡ് ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദി സ്പ്രെഡ് ഓഫ് സയൻസ്, വെസ്റ്റേൺ ലിറ്ററേച്ചർ ആൻഡ് വാല്യൂസ് ഇൻ ഇന്ത്യ. അതൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഇനി നോക്കാനുള്ളത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മക്കാളെ മിനിറ്റ്സ്. മക്കാളെ മിനിറ്റ്സിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്താണ്? സോ ഫസ്റ്റ് വൺ മെറിറ്റ്സ് എന്താ നോക്കാം. ലീഡ് ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോർ ഇംഗ്ലീഷ് സ്കൂൾ. നമ്മൾ പറയാം അപ്പോൾ ഇവര് മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ഇന്ത്യയിൽ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള സ്കൂളിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഇംഗ്ലീഷ് സ്കൂളുകൾ ആരംഭിക്കണം. അതിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് തന്നെ പറയാം. സ്ട്രേറ്റ് ഫോർവേഡ് പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ഈസ് ആക്സെപ്റ്റഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. പിന്നീട് അങ്ങനെ എന്തായിരുന്നു പറഞ്ഞ് എല്ലാ തരത്തിൽപ്പെട്ട കോൺട്രവേഴ്സികളൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇംഗ്ലീഷ് തന്നെ എന്തായിട്ട് എഡ്യൂക്കേഷൻ്റെ മീഡിയമായിട്ട് മാറ്റുന്ന തരത്തിലേക്ക് മാറി. പിന്നെ പ്രിപ്പോസിഷൻ ഓഫ് ഫിൽട്രേഷൻ തിയറി ഒക്കെ ആരംഭിച്ചത് എന്താണ്, ഇതിൻ്റെയൊക്കെ മെറിറ്റ്സ് ആണ്. ഓക്കെ, ഡിമെറിറ്റ്സിൽ പറയുന്നതാണ് നെഗ്ലക്ട് ലോക്കൽ ലാംഗ്വേജ്. നമുക്കറിയാം നമ്മുടെ മൊത്തം ലോക്കൽ ലാംഗ്വേജിനെ ഒന്ന്
അവഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മുടെ മൊത്തം ഇന്ത്യക്കാരെ തന്നെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരാം, അവരുടെ കൾച്ചറിലേക്ക് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു നടന്നിരുന്നത്. ദെൻ leads to the closure of Sanskrit പാഠശാല ആൻഡ് അറബിക് മദ്രസ. സാൻസ്ക്രിറ്റ് പാഠശാലയും അറബിക് മദ്രസയൊക്കെ അടച്ചുപൂട്ടലിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു മക്കള മിനിറ്റ്സിന്റെ ഭാഗമായിട്ടാണ്. മാസ് എഡ്യൂക്കേഷൻ അബാൻഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഇന്ത്യൻ കൾച്ചറിനെയും റിലീജിയനും ഒക്കെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇത്. ഇനിയുള്ള നോക്കാനുള്ളത് വൂഡ്സ് ഡിസ്പാച്ച് ആണ് 1854. In connection with the renewal of Charter of English East India Company, the British Parliament constituted a parliamentary committee in 1853. അപ്പോൾ നമ്മളുടെ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ 1853 ഒരു പാർലമെന്ററി കമ്മിറ്റി ആരംഭിച്ചു ടു റിവ്യൂ ദ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് അണ്ടർടേക്കൺ ബൈ കമ്പനി ഇൻ ഇന്ത്യ. നമ്മളുടെ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കമ്മിറ്റി. So, Sir Charles Wood, a member of British Parliament and chairman of Board of Control of English East India Company, was appointed as the president of committee. അപ്പോൾ വുഡ്സ് ആയിരുന്നു, ചാൾസ് വുഡ് ആയിരുന്നു അന്നത്തെ അതിന്റെ ഭരണാധികാരി, അതായത് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. And the committee considered the issues of aims of education, medium of instruction, education of masses and other aspects in depth and gave important recommendation in the shape of dispatch in ജൂലൈ 1854. അപ്പോൾ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ആ ഒരു കമ്മിറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ മെയിൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ ഓഫ് മാസസ് ഒക്കെ പറ്റിയായിരുന്നു. ഇറ്റ് ബിക്കം പോപ്പുലർലി നോൺ ആസ് വുഡ്സ് ഡിസ്പാച്ച്. ഇതിനെയാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. Okay, and the dispatch was considered to be the Magna Carta of modern education in India. അപ്പോൾ ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് ആണ് നമ്മളുടെ മോഡേൺ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കാരണം വൺ വേർഡിലൊക്കെ ചോദിക്കാം ഏതാണ് മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട. അപ്പോൾ ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച് ആണ്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് അതോറിറ്റേറ്റീവ് ഡിക്ലറേഷൻ ഓൺ the part of British Parliament about the educational policy to be followed in India. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിക്ലറേഷൻ തന്നെയായിരുന്നു വുഡ്സ് ഡിസ്പാച്ച്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് മേജർ ആയിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻ എന്താണ് എന്നതിനെ പറ്റിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഷുഡ് ടേക്ക് ദ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ അവരുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളുടെ എഡ്യൂക്കേഷന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഇംഗ്ലീഷ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ബട്ട് ഡ്യൂ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു ദി വെർണാക്കുലർ ലാംഗ്വേജസ് ഓഫ് ദി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. And a separate department of education should be established in every province with the Director of Public Instruction along with the inspectors of schools for effective supervision and administration. അതായത് അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. An emphasis should be given to the spread of mass education by opening more school. ഒരു മാസ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇവരുടെ മേജർ റെക്കമെൻഡേഷൻ ആണ്. യൂണിവേഴ്സിറ്റി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കത്ത, ബോംബെ, മദ്രാസ്. കൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സ്കൂൾ ഷുഡ് ബി സ്റ്റാർട്ടഡ്. ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിച്ചു. എഡ്യൂക്കേഷൻ ഓഫ് വുമൺ ഷുഡ് ബി എൻകറേജ്ഡ്. ഓക്കെ, അതൊക്കെ എന്താണ്? മേജർ റെക്കമെൻഡേഷൻ ആണ് കേട്ടോ. ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം ഷുഡ് ബി സ്റ്റാർട്ടഡ് ടു സപ്പോർട്ട് ആൻഡ് എൻകറേജ് പ്രൈവറ്റ്ലി മാനേജ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രൈവറ്റ്ലി മാനേജ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള സിസ്റ്റം തന്നെ അവിടെ ആരംഭിച്ചു. ഇനി എഡ്യൂക്കേഷൻ അണ്ടർ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ കമ്മീഷൻ 1882 നോക്കാനുണ്ട്. സോ 1857 നമുക്കറിയാം ആദ്യത്തെ സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടുക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് പുട്ട് ആൻ എൻഡ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒക്കെ പൊട്ടിപ്പുറപ്പെട്ട 1857 ആൻഡ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ടുക്ക് ഓവർ ദ റിനെയിൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അപ്പം അതിൽ വരുന്ന ഒന്നാണ് ഹൺസ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മറ്റൊരു പേരാട്ടോ
ഹൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1882 ലോർഡ് റിപ്പൺ ആണ് ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി അപ്പോയിന്റഡ് ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് വില്യം ഹണ്ടർ. ഹൻസിന്റെ ചെയർമാൻഷിപ്പിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്തു ആരെ? ഈ ഒരു ലോർഡ് റിപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ. ആൻഡ് ദർ വർ 20 members in the commission of which 7 were Indians. ആ ഒരു കമ്മിറ്റിയിൽ 20 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 7 ആൾക്കാർ എന്തായിരുന്നു? ഇന്ത്യൻസ് ആയിരുന്നു. ആഫ്റ്റർ 10 months of their attempt, it presented as a report of 600 pages in 1883. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റഡിക്ക് ശേഷം ഒരു 600 പേജസിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മേജർ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളേജ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫോർ ട്രെയിനിങ് ഓഫ് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് ദ എൻ്റയർ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു പ്രൈവറ്റ് ഏജൻസീസ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിനായിരുന്നു മൊത്തം റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൺട്രോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു ഡിസ്ട്രിക്ട് ആൻഡ് മുനിസിപ്പൽ ബോർഡ്. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷന്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുത്തു? ഡിസ്ട്രിക്റ്റും അതുപോലെ മുനിസിപ്പൽ ബോർഡിന് കൊടുത്തു. ആൻഡ് ദെൻ കോളേജ് നമ്മൾ പറഞ്ഞു, സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്യും. ലോക്കൽ ഫണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് മെയിൻലി ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ സെക്കൻഡറി ആൻഡ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ. Incidentally, primary education should exert to the backward areas and the backward coast. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലായിരുന്നു ഇത് കൊടുക്കണം എന്നുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷനിലാണ് അവർ ചേർന്നത്. ഇനിയാണ് സാർജൻ റിപ്പോർട്ട് 1944. അപ്പോൾ 1944 സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതിനെയാണ് CABC എന്ന് പറയുന്നത്, സബ്മിറ്റഡ് എ കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ഓൺ ദ പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. അവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് സാർജൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ജോൺ സാർജൻ ആണ് ദ എഡ്യൂക്കേഷണൽ അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, വാസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി സ്കീം ആൻഡ് ഹെൻസ് ദ റിപ്പോർട്ട് കം ടു നോൺ ആസ് സർജൻ റിപ്പോർട്ട്. ഇദ്ദേഹമാണ് ജോൺ സാർജൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം കൊടുത്തുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ പിന്നീട് സാർജൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫ്രീ, അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 6 to 14. 6 to 40 ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷ് ഷുഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഈവൻ ആസ് ഇൻ ദ ഓപ്ഷണൽ സബ്ജക്റ്റ് ഇൻ ദ ബേസിക് സ്കൂൾ. അതായത് ഒരു ഓപ്ഷണൽ ആയിട്ട് തന്നെ പോലും ബേസിക് സ്കൂളിൽ ഇംഗ്ലീഷ് കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈസ്കൂൾ ബി ഓഫ് 2 ടൈപ്പ്, ലൈക്ക് അക്കാഡമിക് ആൻഡ് ടെക്നിക്കോ അല്ലെങ്കിൽ അക്കാഡമിക്കോ ആയിട്ടുള്ള ഹൈസ്കൂൾസ് ആരംഭിക്കാം. ആൻഡ് ദ കരിക്കുലം ഇൻ ഹൈസ്കൂൾ ക്ലാസ്സസ് ഷുഡ് ബി വാരിഡ് ആസ് സർക്കംസ്റ്റാൻസസ് പെർമിറ്റ്. അവരുടെ കരിക്കുലം സർക്കംസ്റ്റാൻസസിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. ഫ്രീ ബോർഡിംഗ്, സ്കോളർഷിപ്പ് ആൻഡ് സ്റ്റൈപ്പൻഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ പുവർ ചിൽഡ്രൻ. അപ്പോൾ പുവർ ചിൽഡ്രനെയൊക്കെ സഹായിക്കുന്ന തരത്തിലായിരുന്നു. ഇനി നോക്കാനുള്ളത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ്. സോ ടച്ച് വിത്ത് വെസ്റ്റേൺ നോളജ് ആൻഡ് സയൻസ് ആണ് ഇവിടെ. സോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ബോട്ട് ഇന്ത്യൻ ഇൻ ടു ടച്ച് വിത്ത് വെസ്റ്റേൺ നോളജ്. വെസ്റ്റേൺ നോളജിനും സയൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്പ്രെഡ് ഓഫ് സയൻസ് ലിറ്ററസി ത്രൂ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കോസ്ഡ് ദ എലിമിനേഷൻ ഓഫ് മെനി സൂപ്പർസ്റ്റിഷൻ ആൻഡ് സോഷ്യൽ ഈവിൾസ് ഫ്രം ഇന്ത്യൻ ലൈഫ്. അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടി, അതായത് സയൻസ് ആയിട്ടുള്ള ലിറ്ററസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ സൊസൈറ്റിയിൽ അന്ന് നിലനിന്നിരുന്ന ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് അല്ലെങ്കിൽ സോഷ്യൽ ഈവിൾസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ലീഡ് ടു സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. സയന്റിഫിക് അഡ്വാൻസ്മെന്റിന് കാരണമാവും. And the spread of English education promoted nationalistic feeling among Indian. എഡ്യൂക്കേഷൻ അത് ഇംഗ്ലീഷിൽ മീഡിയം ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ് ഇന്ത്യൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് ലെസൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് കാസ്റ്റിസം. സോഷ്യൽ പൊളിറ്റിക്കൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ആൻഡ് ദ അൺപ്രസിഡന്റഡ് importance given to the women education during the British period raised the status of women. Status of women ഇംഗ്ലീഷ് ഒന്ന് റേസ് ചെയ്യുന്നതിന് വേണ്ടി പറ്റാവുന്ന
എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കൺക്ലൂഷനിലേക്കും അവർ എത്തിച്ചേർന്നു. ഇനി നോക്കാനുള്ളത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മെയ്ഡ് ഇന്ത്യൻ ഫെമിലിയർ വിത്ത് മോഡേൺ നോളജ് ആൻഡ് സയൻസ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതോടുകൂടിയാണ് നമുക്ക് പറയാം മോഡേൺ നോളജും സയൻസും ഒക്കെ നമുക്ക് ഫെമിലിയർ ആവാൻ തുടങ്ങിയത്. ആൻഡ് ദ ടോട്ടൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അതിനൊക്കെ കാരണമായിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റഡ് സോഷ്യോ പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് ഡെവലപ്മെന്റ് നാഷണലിസ്റ്റിക് ഫീലിംഗ്. ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവയർനെസ് ഒക്കെ കിട്ടാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് പ്രൊമോട്ട് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ ഡെമോക്രാറ്റിക് വാല്യൂസ് ഫൗണ്ട് എ പ്ലേസ് ഇൻ ഇന്ത്യൻ നാഷണലിസം. ഓക്കെ, ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്കാർഡഡ് ഇന്ത്യൻ ലാംഗ്വേജ്. ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജസിന് ഇത് ഡിസ്കാർഡ് ചെയ്യുന്നതിന് കാരണമായി. ഇറ്റ് റിസൾട്ടഡ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഡിവൈഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ ഒരു ഡിവിഷൻ ഇത് കാരണമാക്കാൻ ഇടയാക്കി. റിസൾട്ടഡ് ഇൻ ആൻ ഓക്കെ ആൻഡ് ഇറ്റ് നെഗ്ലക്റ്റഡ് ലോക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നെഗ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഓർ ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ കോൺഫറൻസ് 1937. The All India Education Conference was held at Wardha near Nagpur, Maharashtra. And this conference discusses in the scheme and appointed an expert committee under the chairmanship of Dr. Zakir Hussain to work out the details and to prepare the syllabus for the scheme. Okay, സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് അന്നത്തെ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള കമ്മിറ്റി പാസ്ഡ് ദ ഫോളോയിങ് റെസൊല്യൂഷൻ അതെന്തൊക്കെയാണെന്നും കൂടി നോക്കാം കേട്ടോ. സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ഓൾ ചിൽഡ്രൻ ഫോർ എ പീരിയഡ് ഓഫ് 7 years. 7 years വരെ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി മദർ ടങ്. മദർ ടങ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി സെൻറ്റേർഡ് അറൌണ്ട് ദ ഫോം ഓഫ് മാനുവൽ പ്രൊഡക്ഷൻ വർക്ക് ഇൻ ദ ഷേപ്പ് ഓഫ് ക്രാഫ്റ്റ്. And the committee submitted a report in 1938 and is popularly known as Wardha Scheme of Education or National Program on Basic Education or NEI Talim, New Education. Okay. അപ്പോൾ ഈ ഒരു അന്നത്തെ ആ ഒരു വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷനെയാണ് എന്താ പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നെയ് താലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ, ഈ റിപ്പോർട്ടിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സക്കീർ ഹുസൈൻ കമ്മിറ്റി തന്നെയാണ് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നെയ് താലിം തന്നെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നെയ് താലിം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. ബേസിക് എഡ്യൂക്കേഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഒരുപാട് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. Basic Education or Wardha Scheme of Education is a national system of education put forward by Mahatma Gandhi in 1937 as a revolt against sterile book-centered, examination-oriented system of education propagated by British. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ബുക്ക് സെൻറ്റേഡ് എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന് എതിരായിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മഹാത്മാഗാന്ധി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക് എഡ്യൂക്കേഷൻ. Okay. And the system is called by the name Wardha scheme because the salient features of this scheme of education was first presented Gandhiji in All India National Educational Conference held at Wardha in 1937. So നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓൾ ഇന്ത്യ നാഷണൽ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ഉണ്ടല്ലോ, അതായത് വാർധയിൽ വെച്ച് നടന്ന അതിലായിരുന്നു ഗാന്ധിജി ഈ ഒരു സ്കീം പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഗാന്ധി യൂസ്ഡ് ദ ടേം ബേസിക് ടു ഡിസ്ക്രൈബ് ഹിസ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി റിലേറ്റഡ് വിത്ത് ദ ബേസിക് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ചിൽഡ്രൻ. അദ്ദേഹം എന്താണ് ഈ ഒരു എഡ്യൂക്കേഷൻ ശരിക്കും ബേസിക് എന്ന് തന്നെയാണ് കൊടുത്തത്. കാരണം എന്താ, ഈ ബേസിക് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പേര് തന്നെ കൊടുത്തത്. ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ സ്കീം ഫോർ കോമൺ മാൻ ഹു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസ് ഓർ ദ ബാക്ക് ബോൺ ഓഫ് ദി പുവർ കൺട്രി. അപ്പോൾ കോമൺ മാനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് നമുക്കറിയാലോ. ദ ഗോൾ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഈസ് ടു എനേബിൾ ദ സ്റ്റുഡൻറ് ടു അക്വയർ എ ഡിസൈർഡ് ഫ്രൂട്ട്
ത്രൂ ഹിസ് ഓർ ഹെർ ഓൺ ആക്ഷൻ. അതായത് ഒരു ഫുൾ ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ എന്താണ് സ്വയം പര്യാപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞത്. വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് നെയ് താലിം എന്നറിയുന്നത് കേട്ടോ. ആസ് വെൽ ആസ് ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് പോപ്പുലർലി അറിയപ്പെടുന്നത് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. ഈ വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് നെയ് താലിം, ഇത് തന്നെയാണ് ബേസിക് എഡ്യൂക്കേഷൻ, മാറിപ്പോകരുത്. ഇനി ഇവരുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഹെഡിങ് മാത്രം കൊടുത്തുള്ളത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ പറയാം. ബേസിക് എഡ്യൂക്കേഷൻ ലേ എ സ്ട്രോങ് എംഫസിസ് ഓൺ മാനുവൽ വർക്ക്. മാനുവൽ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒന്നായിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ. ഇറ്റ് എൻവിസേജസ് ഫ്രീ, കമ്പൽസറി ആൻഡ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ വിത്തിൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 7 to 14. 7 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി ആയിട്ടുള്ള യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. The core aim of basic education is to help the student to develop self-sufficiency. കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മദർ ടങ് ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളിലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എയിംഡ് ടു അച്ചീവ് ദ ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്സ് ബോഡി, മൈൻഡ്. ഓക്കെ, ഇറ്റ് പ്ലേ ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താ, ഒരു ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഒരു കുറച്ച് ക്രാഫ്റ്റ് ആയിട്ടുള്ള വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഓരോ കുട്ടികളും സ്വയം പര്യാപ്തരാകണം, എന്തെങ്കിലും ഒരു തൊഴിൽ കരസ്ഥമാക്കിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ അവർ കണ്ടെത്തണം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആശയം. ആൻഡ് ഇറ്റ് ഈസ് ഗിയർഡ് ടു ക്രിയേറ്റ് യൂസ്ഫുൾ ആൻഡ് റെസ്പോൺസിബിൾ ഡൈനാമിക് ആയിട്ടുള്ള സിറ്റിസനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയി. ഇനി എയിംസ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ആണ്. ഇതും സെയിം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബേസിക് ആയിട്ടുള്ള മൊത്തം ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ലൈവ്ലിഹുഡ്. ഗാന്ധിജിയുടെ ഒപ്പീനിയൻ പ്രകാരം ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് ഡിപ്പെൻഡൻസ് ആൻഡ് എഡ്യൂക്കേഷൻ മസ്റ്റ് എനേബിൾ എവറി ഗേൾ ആൻഡ് ബോയ് ടു ഡെവലപ്പ് എബിലിറ്റി ടു ഡിപ്പെൻഡ് അപ്പോൺ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അദ്ദേഹത്തിന് ഒരു ഒപ്പീനിയൻ പ്രകാരം എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഓരോ കുട്ടികളും എന്താവണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദ എബിലിറ്റി ടു ലേൺ വൺസ് ലൈവ്ലിഹുഡ് ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഇൻഡിപെൻഡൻസ് ഓർ സെൽഫ് റിലയൻസ്. ഇനിയുള്ളതാണ് ക്യാരക്ടർ ഫോർമേഷൻ. ആൻഡ് ഈ ക്യാരക്ടർ ഫോർമേഷൻ ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ്. ഗാന്ധിജി എയിംഡ് അറ്റ് ദ സെൽഫ് റിലയൻസ് ത്രൂ എഡ്യൂക്കേഷൻ. ദെർഫോർ ഹി വിഷ്വലൈസ്ഡ് എ ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു, ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. സിന്തസിസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം. കുട്ടികളിൽ ഇൻഡിവിജ്വലും സോഷ്യൽ എയിമും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ്റെ മെറിറ്റും ഡിമെറിറ്റ്സും ആണ്. ഇതും സെയിം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഹെഡിങ് ഞാൻ കൊടുത്തത്. ഞാൻ പറയാം. മെറിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് സ്കീം ഓഫ് an education for life, education through life, shortly it is a life centered ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു കുട്ടീനെ സ്വയം പര്യാപ്തമാക്കുകയാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ലൈഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. ഇറ്റ് സിന്തസൈസ്ഡ് ദ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് ദ ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരുന്നു. And basic education provide for the inculcation of the attitude of truth in children, and it was need-based education which curtailed rural unemployment. അതായത് ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് എല്ലാവരും സ്വയം പര്യാപ്തരാകുകയാണല്ലോ, സെൽഫ് ഓർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം അതിനൊക്കെ മാറുന്നതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. Gandhi's system was highly practical as it started with action rather than reflection. ഓക്കെ, ഇനി നമുക്ക് ഡിമെറിറ്റ്സ് എന്താ നോക്കാം. ആൻഡ് ദ ഓവർ എംഫസിസ് ഓൺ ക്രാഫ്റ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ്. അതായത് നമ്മൾ ക്രാഫ്റ്റിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇതിന് എതിരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു ചൈൽഡ് ലേബറിന് കാരണമാവും. കാരണം എന്താണ്, നമ്മളൊരു കൈത്തൊഴിലോ അല്ലെങ്കിലൊക്കെ വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ കൈത്തൊഴിലും പ്രാപ്തമാക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചൈൽഡ് ലേബറിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് നെഗ്ലക്ട് എഡ്യൂക്കേഷൻ ഇൻ ടേംസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഹയർ മെന്റൽ എബിലിറ്റീസ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ ഹയർ മെന്റൽ എബിലിറ്റീസിന്റെ ഡെവലപ്മെന്റിനൊക്കെ
നെഗ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. സ്കൂൾ വുഡ് ഡിഗ്രേഡ് ആസ് ട്രേഡ് സെന്റേഴ്സ്. സ്കൂളൊക്കെ ട്രേഡ് സെന്റേഴ്സ് ആയിട്ട് മാറുന്ന ഒരുപാട് പേര് അതിനെ പരാമർശിച്ചു. ആൻഡ് ഇറ്റ് മേ അറസ്റ്റ് ദ ചൈൽഡ്സ് സ്പോണ്ടേനിയസ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താണ്, കുട്ടികൾ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തണം. അല്ലാതെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് സെന്റേർഡും എഡ്യൂക്കേഷനും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യും. കാരണം അവരൊന്നും ചിന്തിക്കുന്നില്ല, അത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള അങ്ങനെയൊക്കെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദി ആസ്പിറേഷൻ ഓഫ് ദി ന്യൂ ജനറേഷൻ ഓഫ് എ ഡിജിറ്റലൈസ്ഡ് വേൾഡ്. അതത് ഇപ്പോൾ പറയാവുന്ന കേട്ടോ. ടു സെർവ് ആസ് എ മീഡിയം ഫോർ എഡ്യൂക്കേഷൻ ദ ബേസിക് ക്രാഫ്റ്റ് സെലക്ടഡ് ആസ് ദ ആൻസർ ടു ടേസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ആൻഡ് ദർ ഈസ് ഹാർഡ്ലി എനി സച്ച് ക്രാഫ്റ്റ് അവൈലബിൾ. അതായത് എല്ലാവർക്കും പ്രാപ്തമാവുന്ന തരത്തിലുള്ള ക്രാഫ്റ്റ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീമെറിറ്റ്സ്. അതായത് നമ്മളുടെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ ഒരു ക്രാഫ്റ്റ് സെൻറ്റേർഡ് ആവുന്നതോടുകൂടി ഒരു ചൈൽഡ് ലേബറും അതുപോലെ തന്നെ ട്രേഡ് സെൻറ്റേഴ്സ് ആയിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ രംഗം മാറിപ്പോകും, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക്, അതായത് അവർ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു. അതാണ് ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻഷ്യൻ എഡ്യൂക്കേഷൻ പറഞ്ഞു, മിഡീവിയൽ എഡ്യൂക്കേഷൻ പറഞ്ഞു, അതിനുശേഷം വെസ്റ്റേൺ കൾച്ചർ പറഞ്ഞു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ പറ്റിയിട്ട് ഒരുപാട് റിപ്പോർട്ടുകളും മക്കാലെ മിനിറ്റ്സും ഡൗൺ ഫിൽട്രേഷൻ തിയറിയും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഇതിൽ ഒഴിവാക്കാനില്ല, അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയത്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം തന്നെ ആയിരിക്കും. കാരണം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ടുള്ള പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കൂടുതൽ മാർക്കിന് എസ്സേ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. പകരം ഒരു മാർക്കോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് വെച്ചാൽ ആ മാർക്കിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക, അത് മറക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.